ഇന്നേ തണ്ണിമത്തൻ്റെ ഒരു പുഡിങ് നോക്കാം. അത് പുഡിങ് 3 ടൈപ്പായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരെണ്ണം തണ്ണിമത്തനും പാലും കൂടി വെച്ചിട്ട് ഒരു പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ തണ്ണിമത്തനെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ജസ്റ്റ് അതിൽ തന്നെ വെച്ച് ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. ഇത് 3 ടൈപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വാട്ടർമെലൻ്റെ ആ കളറ് ഇല്ല, ഒരു ജെല്ല് ഉണ്ടാക്കുന്നുണ്ട്, ഒരു കസ്റ്റാർഡ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ വാട്ടർമെലനും പാലും കൂടി ഇട്ട് അതൊരു ബൗളിലുണ്ടാവും, പിന്നെ ജെല്ലൊരു ബൗളിലുണ്ടാവും, കസ്റ്റാർഡ് ഒരു ബൗളിലുണ്ടാവും. ഇത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഐസ്ക്രീം കപ്പിൽ നമ്മൾ ഐസ്ക്രീമൊക്കെ പുഡിങ്ങൊക്കെ എടുക്കുന്ന ഗ്ലാസ്സിൽ ചെയ്യുന്ന രീതിക്കാണ് ഞാനീ ചെയ്യണത്. ഈ പുഡിങ് നമുക്ക് ലെയറായിട്ട് ചെയ്യാം. പക്ഷേ ഇതിനോട് എനിക്ക് താല്പര്യമില്ല, ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ ലെയറായിട്ട് ചെയ്യണത്. അപ്പോൾ ഞാനിത് 3ആക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ജെല്ല് വേറെ, വാട്ടർമെലനും പാലും കൂടി ഉള്ളത് വേറെ, കസ്റ്റാർഡ് വേറെ, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിത് 3ഉം കൂടി ഒറ്റ ബൗളിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാവേ. അപ്പോൾ ഞാൻ നന്നാക്കിയ തണ്ണിമത്തനെ ഒരു മിക്സിയുടെ ജാറിൽ പഞ്ചസാര ഒന്നും ഇടാണ്ട് വെള്ളവും കൂടി ഒഴിക്കാതെ വെറുതെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ ക്രിസ്റ്റൽ ജെല്ലിയുടെ പൊടി ഞാൻ ഒരിത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നുണ്ട്. മധുരം കുറവാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിളച്ച 1.5 ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട്, നല്ല ചൂടുവെള്ളം തന്നെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതേ നല്ലോണം അലുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇഷു ഭക്ഷണം കഴിക്കുന്ന ചോറും പാത്രം ഉണ്ടോ, ഇതിനകത്തോട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. ഞാൻ 2 പാത്രത്തിലായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കേണ്ട ഇത്തിരി താഴ്ത്തു കൊണ്ടുണ്ട്. അത് ഇപ്പം തന്നെ തുടച്ചില്ലെങ്കിൽ ഉറുമ്പ് വരും. അപ്പോൾ അതങ്ങോട്ട് തുടച്ച് ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. ഒരു ബൗളിൽ 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ഓരോരുത്തരുടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കാളും ആ ചൈന ഗ്രാസും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതൊന്ന് മെൽറ്റാവണം അത്രയും നേരം. ലോ ഫ്ലെയിമിലാണെങ്കിലും വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അരിച്ച് ഞാൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലോട്ട് അരിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഞാൻ പാല് ബാക്കി വെച്ചിട്ടുണ്ടായിട്ട് അതിനകത്തോട്ട് 2 സ്പൂൺ കസ്റ്റാർഡ് ഒന്ന് ഒരിച്ചിരി വെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ പാല് ഞാനൊരു 2 ബൗളിലായിട്ടാണ് എടുത്തേക്കുന്നത്. ആ തണ്ണിമത്തൻ അരച്ചതില്ലേ, അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ബൗളിലായിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഒരുപാട് ചൂടുള്ളപ്പോൾ ഒഴിച്ചു കൊടുക്കരുത്. ചൂടൊന്ന് ആറിക്കഴിഞ്ഞിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനേ. അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇടയിൽ കടിക്കാനായിട്ട് ഒത്തിരി വാട്ടർമെലൻ തന്നെ ജസ്റ്റ് ചെറുതാക്കി ഒന്ന് നുറുക്കിയതും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രിഡ്ജിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാവേ. അപ്പോഴേക്കാളും ആ ഒരു ചെറിയ പാത്രത്തിൽ ഞാൻ ആ കസ്റ്റാർഡ് കാച്ചിയതില്ലേ, ജലാറ്റിൻ ഉപയോഗിച്ച് കസ്റ്റാർഡ് കാച്ചിയത്, അതും വെച്ചിട്ടുണ്ട്. അതും ഫ്രിഡ്ജിലോട്ട് വെച്ചതേ ഈ ഒരു സെറ്റായി, ഇങ്ങനെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അത് ജെല്ലാണ്, അതും സെറ്റായിട്ടുണ്ട്. ഇതും സെറ്റായിട്ടുണ്ട്. ഇത് 3ഉം കൂടിയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് 3ഉം കൂടി സെർവ് ചെയ്യാം. ഇതേപോലെ തന്നെ നല്ലോണം സെറ്റാവണം കേട്ടോ. ഫ്രീസറിൻ്റെ അടിയിലത്തെ തട്ടിൽ ഒരു 6-7 മണിക്കൂറെങ്കിലും ഇത് സെറ്റാവാൻ വേണ്ടി വെക്കണേ. ഇത് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതൊന്നുമില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ആദ്യം എടുക്കുന്നതില്ലേ, പാലും വാട്ടർമെലനും, അത് മാത്രമാണെങ്കിലും മതി, ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ ആൾക്കാർക്ക് ജെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്ട്രോബെറിയുടെ ജെല്ല് ഉണ്ടാക്കി. പിന്നെ കസ്റ്റാർഡ് ഞാൻ പിന്നെ ആ ഒരു ഇച്ചിരി പാല് കൂടുതൽ ഉണ്ടായതുപോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഒത്തിരി പാല് കൂടുതൽ എടുത്തിട്ട് അങ്ങനെ ചെയ്തതാണ്. ആ വാട്ടർമെലൻ്റെ മാത്രമാണെന്നുണ്ടെങ്കിലും എടുത്താൽ മതി. കസ്റ്റാർഡ് വേണമെന്നില്ല, ജെല്ല് വേണമെന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് 3ഉം കൂടി കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇത് 2-3 പ്രാവശ്യമായിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അപ്പനും മക്കൾക്കും ആണെങ്കിലും ഇഷ്ടമാണേ. അപ്പോൾ ഇതേപോലെ ഞാൻ ജെല്ല് കട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കസ്റ്റാർഡും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെല്ലിന്ന് കുറച്ചും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കസ്റ്റാർഡും അതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു തിൻ ലെയറായിരുന്നത്, അത്രയില്ല, ഒരു 1.5 ചെറിയ കുട്ടികളുടെ ക്ലാസ്സില്ലേ, ആ 1.5 ഗ്ലാസ്സോളം പാലുണ്ടായിരുന്നിട്ടുണ്ടാവുകയുള്ളേ. അപ്പോൾ അതും കൂടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 3ഉം കൂടി കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മറ്റേ ജെല്ലും കസ്റ്റാർഡും വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. എവിടുത്തെ ഇഷ്ടം അനുസരിച്ചാണ് ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 3ഉം കൂടി കൂട്ടി വേണം സെർവ് ചെയ്യാനായിട്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ ആ ഗ്ലാസ്സിൽ കാണുമ്പോൾ, അതേപോലെ തന്നെ നല്ല കളർഫുള്ളല്ലേ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒപ്പം ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ.